സായി ഇല്ലാത്ത സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെയോ എന്തോ ഒരു തകരാറ്. ലോറിയുടെ ഗിയർ പോലെ നമുക്കിട്ടൊന്ന് പണി തന്നോ തോന്നുന്നു കേട്ടോ. കാടിനകത്തോട്ട് ഇല്ലാത്ത ലൊക്കേഷനൊക്കെ തോന്നിട്ട് ഇതെല്ലാം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയിട്ട് ഇതുവരെ ശരിയാക്കിയിട്ടില്ലേ? എന്റെ ദൈവമേ, എന്തോ ഇത് അവിടം വരെ എത്തിക്കിട്ടിയ ഇന്ന് ഞാൻ എയറിലാണല്ലോ ദൈവമേ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മ്യൂസിക്കൽ ജേർണി വിത്ത് MK. ഇന്നത്തെ നമ്മുടെ ജേർണി ഏന്തയാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഗൂഗിൾ മാപ്പിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോയതുകൊണ്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണിച്ച് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വയലിനിസ്റ്റായ പയസാണ്. അപ്പം നമുക്ക് പോയാലോ? നല്ല വിജൃംഭിച്ച സ്ഥലം. ഈ ഏന്തയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പൈസ പോകണോ? ഇല്ല, എലന്തൂര് പോയിട്ടുണ്ട്. നമ്മളിപ്പം ഈരാറ്റുപേട്ടയിൽ നിന്ന് പൂഞ്ഞാറിന് പോകുന്ന വഴി. ഏതെങ്കിലും മലയാളി മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അപ്പോൾ രണ്ട് സൈഡിലും പച്ചപ്പും ചെറിയ മഴ. അതെ, ഹരിതാപവും പച്ചപ്പും മഴയും ജോൺസൺ മാഷിന്റെ പാട്ടിന്റെ ഓർമ്മ കൂടെ ഉണ്ട്. അയ്യോ, വാഴത്തോട്ടങ്ങൾ, വാഴകൾക്കിടയിലൂടെ വരുന്നു. ആ പാട്ട് പാടിയപ്പോ തോന്നി ഏതെങ്കിലും പരിചയം കയറുമെന്ന്. വേറെ പാട്ടുമല്ലോ പാടാം. വാവ്, മഞ്ഞ വണ്ടി വീണ്ടും. ഇത് തന്നെയാണല്ലോ നേരത്തെയും പോയത്. സൈഡ് പശു ഉണ്ട്. ആ പശു വരെ തടിയായിട്ട് പോവാ. പുഷ്പല മറ്റേ തിരിച്ച് രാത്രി വേണമല്ലോ. കല്ലൊക്കെ പൊട്ടി കല്ലല്ല, പാറയാ. ഉണ്ണിയേട്ടൻ ഫസ്റ്റ് ആവാൻ നോക്കി നടക്കുന്നില്ല. ഓ, പ്രോ ഡ്രൈവർ. വണ്ടി വലിക്കുന്നില്ല ഗൈസ്. അയ്യോ, എന്തോ ഓലയായിരുന്നു. ഞാനിവിടെ നോക്കിയപ്പോ ആനയുടെ വാക്ക് പോലെയാ. സത്യം, ക്യാമറ കൂടെ നോക്കുമ്പോ ഞാൻ ഞെട്ടിപ്പോയി. സത്യം വലിക്കുന്നില്ലല്ലോ. ഇവിടെയോ എന്തോ ഒരു തകരാറ്. ലോറിയുടെ ഗിയർ പോലെ നമുക്കിട്ടൊന്ന് പണി തന്നോ തോന്നുന്നു കേട്ടോ. കാടിനകത്തോട്ട് ഇല്ലാത്ത ലൊക്കേഷനൊക്കെ തോന്നിട്ട് ഇതിന്റെ നടുക്കൊക്കെ ഏത് ഓഡിറ്റോറിയം അതായിരിക്കും ഓഡിറ്റോറിയം. ആവേശം വേണ്ട. എന്തയാറിന്റെ ബോർഡ് കണ്ട് അതുവരെ ചെരിഞ്ഞിരിക്കുക. വഴി തീർന്നോ? എങ്ങോട്ടീ ചെല്ലുന്നേ? റേഞ്ചൊക്കെ പോയി കേട്ടോ. സൂപ്പർ. പിന്നെ കാണാം. വാവ്, ഇനി എന്തൊക്കെ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് അറിയില്ല. നമ്മൾ ഇത് എവിടെ എത്തുമെന്ന് പോലും അറിയത്തില്ല. അത് കടന്ന് ചുറ്റുക. ആ ബിരിയാണി അല്ലേ എന്ന് വെളി വരും. ഒരു സ്വാഗതം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സായി ഇല്ലാത്ത സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയിട്ട് ഇതുവരെ ശരിയാക്കിയിട്ടില്ലേ? എന്റെ ദൈവമേ,
എന്തോ ഇത് വഴി ഇത് ഒന്ന് വിളിച്ചു ചോദിക്കണോ? ഈ വഴി പോകുമോ? എനിക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ? ഓണം വരെ എത്തിക്കിട്ടിയ എനിക്ക് 2018 വെള്ളപ്പൊക്കം ഇതാ ഓർമ്മ വരുന്നത്. മറ്റേ ഉരുൾപൊട്ടലിന്റെ ഇത് വേറെ വഴി വരാൻ സാധ്യത. ഇതായിരുന്നു കാട്ടുമുക്കിലൊക്കെ കൊണ്ടുപോയി. ഇത് കാട്ടുമുക്കുമല്ലേ, ഇത് ഉരുൾപൊട്ടൽ വന്ന സ്ഥലത്തെങ്ങാണ്ടോ. ഇത് കണ്ടോ? ഞാനിത് കണ്ടിട്ട് ലാസ്റ്റ് കണ്ട് 2018 സിനിമ കണ്ടപ്പോഴാ. എന്തായാലും ബിരിയാണി പെട്ടെന്ന് ദഹിച്ചെന്ന് മനസ്സിലായി. സന്തോഷമായി. എല്ലാം ഇളകി. തിരിച്ചെങ്കിലും മര്യാദക്കുള്ള വഴി പോകാം. തിരിച്ച് ഈ വഴി എന്റെ പൊന്നോ, ഇത് ഇറക്കവാ. ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഇത് മൊത്തം കേറ്റാ. ബസ് ഗിയർ അല്ല, വേറെ ഗിയർ വേണ്ടി വരും. ആ ഇപ്പൊ മനസ്സിലായല്ലോ. അതുകൊണ്ട് JCB ഇരിപ്പുണ്ട്. ഇത് മൊത്തം തന്നെ കഴിഞ്ഞ ദിവസം പണിതാ. നല്ല സമയം. കുഴിയൊക്കെ നോക്കിക്കോ. സൂപ്പർ. ഒരു അഡ്വഞ്ചറസ് ഡ്രൈവർ ഇത് പരിപാടിക്ക് പോകുന്നതല്ല. എനിക്ക് പ്രോഗ്രാമിന് പോകുന്നൊരു ഫീല് വരുന്നില്ല. ഒരു അഡ്വഞ്ചറസ് ഡ്രൈവ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. സന്തോഷമുണ്ട്. അയ്യോ വേണ്ട, ഇതെന്തോ ഇതാണോ അമ്മമാര് പറഞ്ഞു? ഒരു കുഴപ്പമില്ല, അമ്മമാര് കൊടുത്ത് കൺവിൻസിങ് സ്റ്റാർസാ. പണിതാ. ഇത് വല്ല വെള്ളച്ചാട്ടത്തിലാണ് പോയി നിൽക്കുന്നത്. എനിക്ക് സംശയമുണ്ട്. വെള്ളം പോകുന്നില്ലെന്നേ ഉള്ളൂ. ഇതതിന്റെ വഴിയാ. ാറ് കാണുന്നുണ്ട്. കോൺക്രീറ്റ് കണ്ടു ഗൈസ്. എപ്പോഴാ ഒരു സമാധാനം. കുഴികൾ കാണുന്നതിന് മുമ്പുള്ള സാമ്പിൾ ആയിരുന്നു. അയ്യോ പറ്റിച്ചു. ചതി. എല്ലാരും കൺവിൻസ് ചെയ്യുവാണല്ലോ ദൈവമേ. കൊല തേങ്ങ കൊല ഇതൊക്കൊന്നും പറയിപ്പിക്കണ്ട. തിരിച്ച് വീട്ടിൽ ചെന്നാ മതിയായിരുന്നു. നല്ല വഴി. ഓ ഹൈ. ദൈവമുണ്ട്. അങ്ങനെ നമ്മൾ വഴി കണ്ടു. ഒന്ന് കണ്ടോട്ടെ. റോഡിൽ വെള്ളം വരെ കണ്ട്. ആശ്വാസമായി. നമ്മള് പേടിച്ചെങ്കിലും അങ്ങനെ ആ പള്ളി എത്തി. പള്ളിയിലോട്ട് ഓടിച്ചാത്ത മലയും കടന്നു. കറക്റ്റ് കണ്ടു. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ. ഇതാണോ ഹോള്? പറയാൻ പറ്റൂലേ. ഓപ്പൺ സ്റ്റേജ് ആണ്. എഴുന്നേക്ക് പയസ്. എങ്ങനെ കിടന്നുറങ്ങാമോ? രതീഷ്, എഴുന്നേക്ക് രതീഷ്. രതീഷ്, ഞാനല്ലേ വിളിക്കുന്നത്. ഇങ്ങനെ കിടന്നുറങ്ങാമോ? അയ്യോ വളരെ മനോഹരം. എക്സ്പ്ലെയിൻ ചെയ്യും. വീട്ടിൽ ചെല്ലുക, കിടന്നുറങ്ങാം. വയ്യ. നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ വ്ളോഗ് കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ്.
നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. പ്രാർത്ഥിക്കാൻ നിൽക്കണോ?